നമസ്കാരം. പെൻഷൻ പോലും ലഭിക്കുന്നില്ല. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ഒടുവിൽ ദയാവധത്തിന് തയ്യാറായി ദമ്പതികൾ. ഇടുക്കിയിൽ വീണ്ടും സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ദമ്പതികൾ രംഗത്തേക്ക് എത്തുകയാണ്. ദയാവധത്തിന് തയ്യാറായി എന്ന ബോർഡ് സ്ഥാപിച്ചുകൊണ്ടാണ് പുതിയ പ്രതിഷേധം. ഭിന്നശേഷിക്കാരായ ഓമനയും ഭർത്താവ് ശിവദാസുമാണ് പരസ്യ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അടിമാലി അമ്പലപ്പടിയിലാണ് സംഭവം. ദയാവധത്തിന് തയ്യാർ എന്ന ബോർഡ് സ്ഥാപിച്ച വൃദ്ധ ദമ്പതികൾ പ്രതിഷേധത്തിന് ഇറങ്ങുന്നു. ദമ്പതികൾ നടത്തുന്ന പെട്ടിക്കടയുടെ മുന്നിൽ ബോർഡ് വെച്ചാണ് സർക്കാരിനെതിരെ സമരം നടത്തുന്നത്. കുളമാങ്കുഴി ആദിവാസി മേഖലയിൽ ഓമന ശിവദാസ് ദമ്പതികൾക്ക് ഭൂമിയുണ്ട്. എന്നാൽ വന്യമൃഗ ശല്യമുള്ളതിനാൽ ഈ ഭൂമിയിൽ നിന്ന് ആദായം പോലും ലഭിക്കുന്നില്ലാത്തതിനാൽ ഇവർ ദുരിതം അനുഭവിക്കുകയാണ്. വന്യമൃഗ ആക്രമണമുള്ളതിനാൽ പെട്ടിക്കടയിൽ തന്നെയാണ് ദമ്പതികൾ കഴിഞ്ഞുകൂട്ടുന്നത്. പെട്ടിക്കടയിലെ വരുമാനം നിലച്ചതോടെ ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ജീവിത മാർഗത്തിനുള്ള ഏക ആശ്രയം സർക്കാർ നൽകുന്ന പെൻഷനായിരുന്നു. ആ പെൻഷൻ കൂടെ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലായി എന്ന് ദമ്പതികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മറിയക്കുട്ടിയെ പോലെ നിരവധി പേർ ഇപ്പോൾ വ്യത്യസ്തമായ പ്രതിഷേധ രീതികളുമായി സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് എത്തുന്നുണ്ട് എങ്കിലും ഇതിലൊന്നും യാതൊരു തരത്തിലുമുള്ള മറുപടി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ലക്ഷങ്ങൾ മുടക്കി സർക്കാർ കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ ഡൽഹിയിലെത്തി. ആ ലക്ഷങ്ങൾ ഇത്തരത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന സാധാരണക്കാർക്ക് നൽകിയിരുന്നുവെങ്കിൽ ഒരു വലിയൊരു പ്രശ്നം തന്നെ സർക്കാരിനെ കൊണ്ട് പരിഹരിക്കാൻ സാധിച്ചേനെ. പക്ഷെ അതൊന്നും കാണാൻ സർക്കാരിന് സമയമില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പാസാക്കിയ പല ബില്ലുകളുടെയും കാര്യം നാം എടുക്കേണ്ടതാണ്. വരുന്ന 10 വർഷത്തേക്ക് ദാരിദ്ര്യമില്ലാതാക്കാൻ കോടികളാണ് സർക്കാർ വകയിരുത്തിയത്. എന്നാൽ വരുന്ന 10 വർഷത്തേക്ക് കോടികൾ മാറ്റിവെക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് 1% അല്ലെങ്കിൽ ഒരു ഭാഗം, അതായത് 2 കോടിയെങ്കിലും രൂപ മാറ്റിവെച്ച് ഇപ്പോഴത്തെ ഉപയോഗത്തിന് മാറ്റിയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ദയാവധത്തിന് തയ്യാറെന്ന് പറയുന്ന ഓരോ മനുഷ്യരെയും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, റോഡിലേക്ക് ഇറക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിക്കുമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന പെൻഷൻ തുകയുടെ കാര്യം ഇത്രയധികം മോശം എന്നതിന് തെളിവായി മറിയക്കുട്ടിയെ പോലെ, ഓമന ശിവദാസ് ദമ്പതികളെ പോലെ എത്രയോ പേർ ഉണ്ടെങ്കിലും മികച്ച രീതിയിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം എന്നതാണ് ധനമന്ത്രിയുടെ വാദം. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പെൻഷൻ തുക ഉയർത്തില്ല എന്നും മറിച്ച് പെൻഷൻ കുടിശ്ശിക തീർക്കാൻ നടപടി ഉണ്ടാക്കുമെന്നും അടുത്ത വർഷം സമയബന്ധിതമായി ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവയെല്ലാം നൽകാനുള്ള നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ധനമന്ത്രി പറഞ്ഞെങ്കിലും ഇതിനൊന്നും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധത്തിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരാനുള്ള പ്രധാന കാരണം.